Hello all, welcome to PEPP. I'm Jenna Bashir. നമ്മൾ പറയുന്നത് അബ്നോർമൽ സൈക്കോളജിയെ കുറിച്ചിട്ടാണ്. അബ്നോർമൽ സൈക്കോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് കോൺസെപ്റ്റ്സ്. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഹിസ്റ്റോറിക്കൽ വ്യൂസിൽ നമ്മൾ പറഞ്ഞു വെച്ചപ്പോൾ പറഞ്ഞിരുന്നു മോഡേൺ ആസ്പെക്ട്സ് വരാനുണ്ട്, മോഡേൺ ആയിട്ടുള്ള തിയറീസും അല്ലെങ്കിൽ രീതിയിൽ എങ്ങനെയാണ് ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് പറയാനുണ്ട്. സോ നമ്മളിപ്പം പാർട്ട് 4 പറയാൻ പോകുന്നത് മോഡേൺ ആയിട്ടുള്ള ആസ്പെക്ട്സുകളാണ്. അപ്പം ഹിസ്റ്ററി പറയുമ്പം എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മോഡേൺ ആസ്പെക്ട്സിനെ കുറിച്ച് പറയാം, മോഡേൺ അപ്രോച്ചുകളെ കുറിച്ചിട്ട് പറയാം. അല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ സാധനങ്ങളും ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാൻ പോസിബിൾ ഉള്ളതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും പറയുന്നത്. സോ നോക്കാം. അപ്പോൾ നമ്മൾക്ക് മോഡേൺ പെർസ്പെക്റ്റീവ്സുകൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഉണ്ട്, ബിഹേവിയറൽ ഉണ്ട്, സൈക്കോഡൈനാമിക് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്. ഇവർ 4 പേരുമാണ് നമ്മുടെ മോഡേൺ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്, അബ്നോർമാലിറ്റിയിലേക്കുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം, അതിലൊക്കെയുള്ള എന്തെങ്കിലും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാത്തോളജിക്കൽ പ്രോസസ്സുകളാണ് മെന്റൽ ഡിസോർഡേഴ്സ് എന്നാണ് അവർ വ്യൂ ചെയ്തിട്ടുള്ളത്. ബയോളജിക്കൽ കോൺസെപ്റ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബയോളജിക്കലി നോക്കുമ്പം നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം സെൻട്രൽ ആയാലും ഓട്ടോണോമിക് ആയാലും, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ബോഡീനെ ബോഡിയായിട്ട് നിർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾക്ക് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നതെന്നാണ് ബയോളജിക്കൽ മോഡേൺ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സൈക്കോഡൈനാമിക്. ഇറ്റ് ഇസ് ഇവോൾവ്ഡ് ഫ്രം ഫ്രോയിഡിയൻ സൈക്കോ അനാലിറ്റിക് തിയറി. പണ്ട് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന ഫാദർ ഓഫ് സൈക്കോളജി, അല്ലാതെ നമ്മൾ പിന്നെ പഠിച്ചു കാണും കേട്ടോ. ഫ്രോയിഡിയൻ സൈക്കോ അനാലിറ്റിക് തിയറിയാണ് അതിൽ നിന്നാണ് സൈക്കോഡൈനാമിക് ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ളത്. വിച്ച് കണ്ടൻസ് ദാറ്റ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻസൈറ്റി produced by unresolved unconscious conflicts. ആൻസൈറ്റി എന്നാണ് ഉണ്ടാവുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഈ ആൻസൈറ്റി ആരെ കൊണ്ടുവരുന്നത്? അൺകോൺഷ്യസ് ആയിട്ടുള്ള അൺറിസോൾവ്ഡ്, നമ്മൾക്ക് ഉള്ളിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള തീരാത്ത മീൻസ് അൺറിസോൾവ്ഡ്, റിസോൾവ് ചെയ്യാത്ത കിടക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ് ആരെ കൊണ്ടുവരുന്നത്? സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ കാരണമായിട്ടുള്ള ആൻസൈറ്റീനെ കൊണ്ടുവരുന്നതെന്നാണ് സൈക്കോഡൈനാമിക് വ്യൂ. അപ്പൊ ട്രീറ്റ്മെന്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ദ കോൺഫ്ലിക്റ്റ്. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് റെസൊല്യൂട്ട് ചെയ്യുക, അതിനെ സോൾവ് ആക്കി കൊടുക്കുന്നതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കീ കോൺസെപ്റ്റുകൾ അൺകോൺഷ്യസ്നെസ്സും സൈക്കോസെക്ഷൽ സ്റ്റേജസും ഒക്കെ ആണ് സൈക്കോഡൈനാമിക്കിന്റെ കീ കോൺസെപ്റ്റുകൾ. അടുത്ത പെർസ്പെക്റ്റീവാണ് ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറിൻ്റെ ബേസിസിലാണ് ബിഹേവിയറിസ്റ്റ് വ്യൂ ഉള്ളത്. സ്റ്റഡി ഓഫ് ഡയറക്ട്ലി ഒബ്സർവബിൾ ബിഹേവിയർ ആൻഡ് ഓഫ് ദ സ്റ്റിമുലൈ ആൻഡ് റീഎൻഫോഴ്സിങ് കണ്ടീഷൻസ് ദാറ്റ് കൺട്രോൾ ഇറ്റ് കുഡ് സെർവ് ആസ് എ ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ നോർമൽ ആൻഡ് അബ്നോർമൽ. ഹ്യൂമൻ ബിഹേവിയറും അതിൻ്റെ സ്റ്റിമുലൈസും ഈ സ്റ്റിമുലൈനെ റീഎൻഫോഴ്സ് ചെയ്യുന്ന കണ്ടീഷൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ബിഹേവിയറിനെ അത് നോർമലായാലും അബ്നോർമൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ബിഹേവിയറിസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കീ കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. ലേണിംഗ് നമുക്കറിയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയാലും ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ആയാലും ജനറലൈസേഷൻ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ലേണിങ്ങിൻ്റെ ബേസിസിലാണ്. അപ്പം കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്.
ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ വ്യൂ പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. എംഫസൈസസ് സെൽഫ് അക്സെപ്റ്റൻസ്, പേഴ്സണൽ വാല്യൂസ്, പേഴ്സണൽ മീനിങ് ആൻഡ് ഇൻഡിവിജ്വൽ ചോയ്സ്. നമ്മൾ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് തന്നെയാണിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മളെന്നുള്ളൊരു പേഴ്സൺ ഉണ്ടല്ലോ, ആ ആളിലായിരിക്കണം ഫോക്കസ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളവരാണ് ഇന്ത് ഹ്യൂമനിസ്റ്റിക്. അപ്പൊ സെൽഫ് അക്സെപ്റ്റൻസ്, പേഴ്സണൽ വാല്യൂസ്, പേഴ്സണൽ മീനിങ്സ്, ഇൻഡിവിജ്വൽ ചോയ്സസിനൊക്കെയാണ് ഇവരെന്ത് എംഫസൈസ് ചെയ്തിട്ടുള്ളത്. Existential psychology emphasizes self-determination, choice and individual responsibility. എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിസ്റ്റുകൾ എംഫസൈസ് ചെയ്തിട്ടുള്ളത് സെൽഫ് ഡിറ്റർമിനേഷനും ചോയ്സുകളും, നമ്മുടെ ചോയ്സുകൾ, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഇൻഡിവിജ്വലിന്റെ ചോയ്സ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി, സെൽഫ് ഡിറ്റർമിനേഷൻസ് ഒക്കെ ആണ് ആര് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിസ്റ്റുകൾ എംഫസൈസ് ചെയ്തിട്ടുള്ളത്. ദ ന്യൂ മോഡൽ കമ്പൈൻഡ്, നമ്മൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ, ഇതേതാ സാധനം, ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയും എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിനെയും കൂടി ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള മോഡലാണ് ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ എന്താണ് വ്യൂ പോയിന്റിൽ എന്താണ് വരുന്നത്? പേഴ്സൺ ആസ് എ പേഴ്സൺ, അവരുടെ സെൽഫ് അക്സെപ്റ്റൻസ്, പേഴ്സണൽ വാല്യൂസ്, പേഴ്സണൽ മീനിങ്സ്, ഇൻഡിവിജ്വൽ ചോയ്സുകൾ, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ്, സെൽഫ് ഡിറ്റർമിനേഷൻസിനൊക്കെയാണ് എംഫസിസ് കൊടുക്കേണ്ടത്. അതൊക്കെ കോസസ്, അതിനൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസുകളൊക്കെ വരുന്നതായിരിക്കാം മെന്റൽ കോസസ് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ, കോഗ്നിറ്റീവും ബിഹേവിയറലും ആയിട്ടുള്ളത്, കോഗ്നിറ്റീവിൻ്റെയും ബിഹേവിയറലും ഫോക്കസ് ഓൺ കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ദ ഇമ്പാക്ട് ഓൺ ബിഹേവിയർ. എന്ത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുന്നു, ആ പ്രോസസ്സ് നമ്മുടെ ബിഹേവിയറിൽ ഇമ്പാക്ട് വരുത്തുന്നു. ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഇതുള്ളത്. Cognitive behavioral perspective on abnormal behavior generally focus on how thoughts and informations processing can become distorted and lead to maladaptive emotions and behavior. Maladaptive ആയിട്ടുള്ള ഇമോഷൻസിലേക്കും ബിഹേവിയറിലേക്കും എങ്ങനെയാണ് തോട്ട്സ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ എന്ത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അതിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതാണ് എന്ത് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറിൽ പറയുന്നത്. നമുക്കൊരു മോഡലിനെ കുറിച്ച് പറയാം. ഡയത്തസിസും സ്ട്രെസ്സും മോഡൽ. ഈ ഡയത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ predisposition toward developing a disorder relatively distal necessary or contributory cause that it is generally not sufficient to cause the disorder. എന്ത് ഡിസോർഡർ ഉണ്ടാക്കാൻ അത് സഫീഷ്യൻ്റ് ആവണമെന്നില്ല, പക്ഷെ അതാണ് എന്ത് ഡയത്തസിസ് എന്ന് പറയുന്നത് കോസാണ്. എന്തൊരു സാധനത്തിൻ്റെയും കോസ് നമ്മുടെ ഒരു ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആവണമെന്നില്ല, എന്നാലും പേരിനൊരു കാരണം എന്ന് പറയില്ലേ, ആ സാധനമാണ് എന്ത് ഡയത്തസിസ് എന്ന് പറയുന്നത്. ചിലപ്പെട്ടോ ഈ ഡയത്തസിസ് ഉണ്ടാവുമ്പം അവിടെ എന്ത് സംഭവിക്കും? സ്ട്രെസ് ഇവോൾവ് ആയിട്ട് വരും. അവിടെ സ്ട്രെസ് വരും. നമുക്കൊരു കോഴ്സ് തന്നു, വണ്ടി എവിടെ പോയി തട്ടി, വണ്ടി തട്ടിയിട്ട് നമുക്ക് ആ തട്ടിയതാവില്ല നമ്മളുടെ പ്രശ്നം, നമ്മൾക്ക് ആർക്കും എന്തെങ്കിലും പറ്റുമോ, നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള സ്ട്രെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കോഴ്സ് ആ തട്ടിയിട്ടുള്ള ദിനങ്ങളും നമ്മളുടെ ഇങ്ങനെ സ്ട്രെസ്, ആൻസൈറ്റി, നമ്മൾ റിപ്പീറ്റേറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് എന്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയത്തസിസ് മോഡലിൽ ഒരു കോഴ്സ്, ആ കോഴ്സ് ചിലപ്പോൾ സഫീഷ്യൻ്റ് ആവണമെന്നില്ല എന്ത് നമ്മൾക്ക് ഡിസീസ് കൊണ്ടുവരാനുള്ള, ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രെസ് ആണ് എന്ത് നമ്മളെ ഡിസീസസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ചിലപ്പോൾ കോഴ്സ് തന്നെ മതി എന്ത് ഡിസീസസിലേക്ക് ലീഡ് ചെയ്യാൻ, പക്ഷെ ചിലപ്പം എന്ത് അതുമായിട്ടുള്ള സ്ട്രെസ് നമ്മളെ ഡിസീസസിലേക്ക് ലീഡ് ചെയ്യും. സ്ട്രെസ് എന്താണ്? നമ്മൾക്ക് ഒരു റെസ്പോൺസ് ആണ്. റെസ്പോൺസ് എന്ത് ഒരു സിറ്റുവേഷനോട്, നമ്മുടെ ഒരു സിറ്റുവേഷനോടുള്ള നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളോടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ത് എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. മെനി മെന്റൽ ഡിസോർഡേഴ്സ് ആർ ബിലീവ് ടു ഡെവലപ്പ് വെൻ സം കൈൻഡ് ഓഫ് സ്ട്രെസ്സർ ഓപ്പറേറ്റ്സ് ഓൺ എ പേഴ്സൺ ഹു ഹാസ് എ ഡയത്തസിസ് ഓർ വൾണറബിലിറ്റി ഫോർ ദാറ്റ് ഡിസോർഡർ. ഒരാൾക്കൊരു ഡിസോർഡറിനോട് ഒരു വൾണറബിലിറ്റി ഉണ്ട്, മീൻസ് അത് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരാളായിരിക്കാം. അയാളില് സ്ട്രെസ് ആയിരിക്കാം മിക്കപ്പോഴും എന്ത് ഒരു മെന്റൽ ഡിസോർഡർ തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ കാരണക്കാരൻ എന്ത് സ്ട്രെസ് ആയിരിക്കാം.
എന്നുവെച്ചാൽ അയാൾ വൾണറബിൾ, ഓൾറെഡി വൾണറബിൾ ആണ്. അയാൾ പിന്നെ കിടന്നിട്ട് ആൻസൈറ്റിക്കും സ്ട്രെസ്സും ഒക്കെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അയാൾ പിന്നെയും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ആ ഒരു ഡിസോർഡർ വരുന്നത്. ഇപ്പം ഒരു ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സെറ്റിങ്ങിലാണ് ഒരു കുട്ടി വളരുന്നത്. ആ കുട്ടി വൾണറബിൾ ആണ്. ആ കുട്ടിയിലേക്ക് സ്ട്രെസ് മീൻസ് ആ കുട്ടീനെ പുറത്തുനിന്ന് ആരെങ്കിലും ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തിട്ട് മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ എന്ത്, അത് മെന്റൽ ഡിസോർഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായിട്ടാണ് സ്ട്രെസ് നമ്മൾ കാണുന്നത്. റിസ്ക് ഫാക്ടേഴ്സ്, നമ്മുടെ ഡയത്തസിസ് സ്ട്രെസ്സിലൊക്കെ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മേ കമ്പൈൻ, ആ ഒരു മോഡലിന്റെ റിസ്ക് ഫാക്ടേഴ്സ് മേ കമ്പൈൻ ടു പ്രൊഡ്യൂസ് എ ഡിസോർഡേർഡ് അഡിക്റ്റീവ് മോഡൽ. ഒരു ഡിസോർഡേർഡ് അഡിക്റ്റീവ് മോഡലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് നോക്കുമ്പോൾ. പിന്നെ നോ ഡയത്തസിസ് ഓർ എ വെരി ലോ ലെവൽ ഓഫ് ഡയത്തസിസ് could still develop a disorder when faced with truly severe stress interactive model. ഒരു സ്ട്രെസ് ഇൻട്രാക്റ്റീവ് മോഡൽ വെച്ച് നോക്കുമ്പം അല്ലെങ്കിൽ അതുമായിട്ട് ഫേസ് ചെയ്യുമ്പം ചെറിയൊരു ഡയത്തസിസോ അല്ലെങ്കിൽ ഡയത്തസിസേ വേണ്ട നമ്മളുടെ ആളുകളിൽ മെന്റൽ ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് വരും. പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസുകൾ, which are influences that modify a person's response to environmental stressors, making it less likely. എന്ന് വെച്ചാൽ less likely that the person will experience the adverse consequences. ഈ സ്ട്രെസ് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട് പിന്നെ അത് വരുമ്പം ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആക്ച്വൽ സാധനം വരുമ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, നമ്മളത് ഫേസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വരുമ്പം ആക്ച്വൽ സിറ്റുവേഷൻ പിന്നെയും ഫേസ് ചെയ്യാനും നമ്മൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെ കുറിച്ച് എപ്പോൾ ആരെന്ത് പറയുമ്പോഴും നമ്മൾ അടുത്ത് പറയുന്നത് കോപ്പിംഗ് ആയിരിക്കും. സ്ട്രെസ്സുമായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ കോപ്പ് ചെയ്ത് പോകണം എന്നുള്ളത് പറയും. വൾണറബിലിറ്റീസ് ആൻഡ് കോപ്പിംഗ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. വൾണറബിലിറ്റീസ് ക്യാൻ ബി ബെസ്റ്റ് തോട്ട് ഓഫ് ആസ് പേഴ്സണൽ സോഫ്റ്റ് സ്പോട്സ്. പേഴ്സണൽ സോഫ്റ്റ് സ്പോട്സ് എന്ന് പറയുന്നതാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ദേ ആർ എ ടെൻഡൻസി ടുവേർഡ്സ് അൺവെൽക്കം ഇമോഷണൽ സ്റ്റേറ്റ് സച്ച് ആസ് ഫീലിംഗ് ഡിപ്രസ്ഡ്, ഓവർവെൽംഡ് ഓർ ആൻഷ്യസ്. എന്ന് വെച്ചാൽ വൾണറബിൾ ആയിരിക്കും ആൾക്ക്. നമ്മൾ പറയില്ലേ ആള് ഭയങ്കര വൾണറബിളാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി അത് പണ്ടത്തെ എന്തെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു കോസൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ ആള് സിറ്റുവേഷനലി വൾണറബിൾ ആണ്. അപ്പൊ അവർക്ക് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ സ്റ്റേറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻസും അതുപോലെ തന്നെ ആൻസൈറ്റി ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കോപ്പിംഗ് ഈസ് വാട്ട് വി ഡു സംതിങ് അബൌട്ട് സ്ട്രെസ്സേഴ്സ്. ഒരു സ്ട്രെസ്സേഴ്സ് വരുമ്പോൾ നമ്മൾ അതിനെ സോൾവ് ചെയ്തിട്ട് കോപ്പിങ്ങിലേക്ക് എത്തിക്കാനാണ് നോക്കുക. അവർ നോർമൽ എക്സ്പീരിയൻസ് ഇസ് ടു ട്രൈ ആൻഡ് കോപ്പ് ഐദർ ബൈ ചേഞ്ചിങ് അവർ എൻവിറോൺമെന്റ് ഓർ ട്രൈങ് ടു ഫൈറ്റ് ബാക്ക്. നമ്മുടെ എൻവിറോൺമെന്റിനെ ചേഞ്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും നോർമലായിട്ട് നമ്മൾ കോപ്പിംഗ് അച്ചീവ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഓഫ് ടൈം അവർ കോപ്പിംഗ് മെക്കാനിസം ആർ ക്വൈറ്റ് ഓട്ടോമാറ്റിക്. മോസ്റ്റ് ടൈമിലും ക്വൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒരു കോപ്പിംഗ് കേപ്പബിലിറ്റി നമ്മളിലേക്ക് വരും. നമുക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള റെസിലിയൻസ് ആണ്. The ability to adapt successfully to even very difficult circumstances. Some individuals may have a relatively good outcome despite suffering risk experiences that would be expected to bring about serious sequelae. എന്ന് വെച്ചാൽ ഒരു എബിലിറ്റി ആണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. സക്സസ്ഫുള്ളി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷന് വരെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റിലേറ്റീവ്ലി ഗുഡ് ഔട്ട്കം ആ ഒരു റിസ്ക് ഫാക്ടറിലും കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഒരു എബിലിറ്റിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളിപ്പം മോഡേൺ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു, അതിനു മുമ്പ് നമ്മൾ ഹിസ്റ്ററി പറഞ്ഞു, ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, പിന്നെ നോർമാലിറ്റി അബ്നോർമാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ അബ്നോർമൽ സൈക്കോളജിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് മൊഡ്യൂൾ 1 ഇവിടെ കഴിയാണ്. ഈ പറഞ്ഞതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സുകളാണ്. അപ്പം പോയിന്റ്സുകൾ ഇതിലുണ്ട്. പോയിന്റ്സിനെ എലാബറേറ്റ് ചെയ്തിട്ട് എക്സാമിന് 5 മാർക്ക് ആയാലും 10 മാർക്ക് ആയാലും ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പം ഈ പോയിന്റ്സിനൊക്കെ എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് വായിച്ചിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ താങ്ക് യു.